ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സ് ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആണ്. ഓക്കെ, അവിടെ നമ്മൾ കൂടുതലും ഇതിലെന്താണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്, ഒരു റിവിഷൻ മോഡായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്തു പോകുന്നത്. ഓക്കെ, എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, മാത്സിനകത്തുള്ള എല്ലാ ചാപ്റ്റേഴ്സും വളരെ വേഗത്തിൽ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ അതിൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്തെന്ന് അറിയാമോ? എൻ ആണ്. എൻ എന്ന് പറയുന്നത് എന്താ? എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്ട മക്കളെ, നാച്ചുറൽ നമ്പറാണ്. എന്ത് നമ്പറാണ്ട? നാച്ചുറൽ നമ്പർ. അപ്പൊ എൻ എന്ന് പറയുന്നത് എന്താണ്ട മക്കളെ? എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ്. അതുപോലെ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്ട? ഇവിടെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട 1, 2, 3, 4 എക്സെട്ര. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ നമ്പർ. അടുത്ത ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്ട? ഇൻഡിജർ. ഏതാണ്ട മക്കളെ? ഇൻഡിജർ. ഇൻഡിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ്? നടുക്ക് 0 ആണ്. നടുക്ക് 0, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ്? -1, -2 അങ്ങനെ പോവും. റൈറ്റിലേക്കാണെങ്കിൽ എന്താ വേണ്ട? 1, 2, 3 എക്സെട്ര അങ്ങനെ എന്ത് ചെയ്യും, അത് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിജർ എന്ന് പറയുന്നത്. എന്തോടാ? ഇൻഡിജർ. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്തുള്ള ക്യൂ. ക്യൂ എന്ന് പറയുന്നത് ക്യൂ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പർ. എന്താണ്ട? റാഷണൽ നമ്പർ. എന്താണ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്? എന്താ? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, റാഷണൽ നമ്പർ. എക്സാമ്പിൾ 3/5. ഇതെന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. നെക്സ്റ്റ് അടുത്തായിട്ട് പറയാൻ പോകുന്നത് എന്താണ്ട മക്കളെ? ആറാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്ട്? ആറ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ. എന്താണ്ട? റിയൽ നമ്പർ. ഓക്കെ, എന്താണ് ഈ റിയൽ നമ്പർ? സെറ്റിനകത്ത് എല്ലാ നമ്പറും ഉൾപ്പെടും. അതായത് എന്താണ്? പോസിറ്റീവ് നമ്പർ, നെഗറ്റീവ് നമ്പർ, 0, അതുപോലെ ഇൻഡിജേഴ്സ്, ഹോൾ നമ്പർ, എന്താണ് നമ്മളെ പ്രൈം നമ്പർ, കോപ്രൈം നമ്പർ, അങ്ങനെ എല്ലാ ടൈപ്പ് നമ്പേഴ്സും ഉൾപ്പെടുന്ന വലിയൊരു സെറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ നമ്പർ. അതായത് ഇതിനകത്ത് എന്താണ്, ഈ ഒരു സെറ്റിനകത്ത് എന്താണ്, എല്ലാ നമ്പേഴ്സും എന്താണ് ഈ ഒരു സെറ്റിനകത്ത് വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് എന്താ, റിയൽ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, എടാ ഇനി അടുത്ത് നമുക്ക് എന്താണ് സെറ്റ് എന്ന് നോക്കാം. എന്താണ് സെറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു രണ്ട് കേളി ബ്രാക്കറ്റിനകത്ത് ഇപ്പോൾ അതിനൊരു പേര് കൊടുക്കാം, എ എന്ന് പറയുന്ന പേര് കൊടുക്കാം. എ = രണ്ട് കേളി ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്തൊക്കെയോ ഒബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു. എന്തൊക്കെ ഒബ്ജക്റ്റ് ആവാം? ചിലപ്പോൾ നമ്പേഴ്സ് ആവാം, ലെറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫങ്ഷൻസ് ആവാം. ഇപ്പോൾ എക്സാമ്പിൾ 1, 2, 3, A, B ഇതെന്തൊരു എക്സാമ്പിൾ ആണ്? ഒരു സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇതിനകത്ത് നമ്മൾ എന്താണ്, നമ്പർ എഴുതിയിട്ടുണ്ട്, ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം എന്താണ്, ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എഴുതുന്ന ഓരോ നമ്പറിനെയും ലെറ്റർ നമ്മൾ പറയുന്ന പേരാണ് ഒന്നല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയും. എന്ത് പറയടാ? ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ എലമെന്റ്സ്. എന്ത് പറയും? എലമെന്റ്സ്. അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയും. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. വലിയ കാര്യമുള്ള സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. എടാ അതുപോലെ തന്നെ എന്താണ്, ഒരിക്കലും നമ്മളെ സെറ്റിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, എലമെന്റ്സ് റിപ്പീറ്റ് അടിക്കാൻ പാടില്ല. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ 1, 2, 3 എന്ന് എഴുതി, വീണ്ടും 1 എഴുതാനായിട്ട് പാടില്ല. അങ്ങനെ എന്താണ്, എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എലമെന്റ്സ് ഒരു പ്രാവശ്യമേ എന്താണ് ഇതിനകത്ത് വരാൻ പാടുള്ളൂ. ഇനി പറയുന്ന ഏറ്റവും വലിയ കാര്യം, സെറ്റിന്റെ പേര് എപ്പോഴും എന്തിലായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അടുത്ത പറയുന്ന കാര്യം, സെറ്റിനകത്ത് എഴുതുന്ന എലമെന്റ്സ് എന്താണ്, ലോവർ കേസ് ആയിരിക്കണം. അതായത് എന്താണ്, സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്യാപ് ലെറ്റേഴ്സ് എഴുതാറുണ്ട്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ അടുത്ത് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് സെറ്റ് ഉണ്ട്. എത്ര ടൈപ്പ് സെറ്റ് ഉണ്ട്? 2 ടൈപ്പ് സെറ്റ് ഉണ്ട്. ആ 2 ടൈപ്പ് സെറ്റ് ഏതൊക്കെയെന്ന് പറയാൻ പോകണം. ഫസ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ റോസ്റ്റർ ഫോം. അല്ലെങ്കിൽ സെറ്റ് 2 ടൈപ്പ് ഉണ്ട്. സെറ്റ് 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ടൈപ്പ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. എന്താ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. അടുത്തത് എന്താ, സെറ്റ് ബിൽഡർ ഫോം. എന്താണ് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ്. എന്താ റൂൾ മെത്തേഡ്. രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എന്താണ് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ എന്താ റൂൾ മെത്തേഡ്. സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ്. അപ്പോൾ സെറ്റ് നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ എന്താ ടാബുലാർ ഫോം. അപ്പൊ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. എന്താണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം? ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു രണ്ടാൾക്കാർ, ഒന്ന് തങ്കൻ ചേട്ടൻ, ഒന്നെന്താണ്ട തങ്കൻ ചേട്ടൻ. ഈ തങ്കൻ ചേട്ടന്റെ മോനാണ് ആര്, ചോമു. ചോമു. തങ്കൻ ചേട്ടന്റെ മോനാണ് ആര്, ചോമു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോമുവിനെ കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു സെറ്റിനകത്ത് പേരെഴുതി, എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ചോമു എന്ന പേരെഴുതി, ചോമു. ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഞാൻ എങ്ങനെ എഴുതി, തങ്കൻ ചേട്ടന്റെ മോൻ എന്ന് എഴുതി. എങ്ങനെ എഴുതി? തങ്കൻ ചേട്ടന്റെ മോൻ.
അപ്പൊ രണ്ടിലും പറയുന്ന കാര്യം സെയിം ആണല്ലേ. ഒന്നാമത്തേല് എ എന്ന് പറയുന്നത് എന്താണ്? ചോമു. രണ്ടാമത്തേല് ബിയിൽ പറയുന്നത് എന്താണ്? തങ്കൻ ചേട്ടന്റെ മോൻ. ഈ രണ്ടുപേരും ആര് തന്നെയാണ്? ഈ തങ്കൻ ചേട്ടന്റെ മോൻ എന്ന് പറഞ്ഞാൽ അത് ആര് തന്നെയാണ്? അത് ചോമു തന്നെയല്ലേ? ആണോ അല്ലേ? അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒന്നാമത്തേല് എയിൽ ഞാൻ എന്ത് ചെയ്തു? ഒന്നാമത്തേല് ഞാൻ ഡയറക്റ്റായിട്ട് എഴുതി. രണ്ടാമത്തേല് ഞാൻ എന്ത് പറഞ്ഞു? അത് നമ്മളെ തങ്കൻ ചേട്ടന്റെ മോനാണ്. അപ്പോൾ രണ്ടും എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നത് ഒരേ ആളെ തന്നെയാണ്. ഓക്കെ, ഒന്നാമത്തേൽ അപ്പോൾ ചോമു, രണ്ടാമത്തേൽ എന്താണ്? തങ്കൻ ചേട്ടന്റെ മോൻ എന്ന് പറഞ്ഞ എഴുതി. അപ്പോൾ ഈ ഡയറക്റ്റ് എഴുതുന്ന നമ്മൾ എന്ത് പറയും? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയും. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് എഴുതുന്നത്? നമ്മൾ എന്ത് പറയും? സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ എന്തെന്ന് പറയൂടാ? റൂൾ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ഡയറക്റ്റ് എഴുതുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയും. ഇൻഡയറക്റ്റ് ആയിട്ട് എഴുതുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ നോക്കിക്കോ, എ ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു. നിങ്ങൾക്ക് അറിയാം എന്താണ് ഈ സാധനം? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസ് ആണ് അല്ലെ, വവൽ സൗണ്ട്സ് ആണ്. ഓക്കെ, എ ഇ ഐ ഒ യു. ഇത് നമുക്ക് വീണ്ടും ഇതപ്പോൾ എന്ത് ഫോം ആയിരിക്കും? ഡയറക്റ്റ് എടുത്ത് എല്ലാം എഴുതിയിരിക്കണം. എല്ലാം നുള്ളി പറക്കി എഴുതി വെച്ചിട്ടുണ്ട്. എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞ് ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ആയിട്ട് നുള്ളി പറക്കി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ എന്താണ്? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം. ഇത് നമുക്ക് വേറൊരു ഇതിൽ എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതായത് ഇങ്ങനെ എഴുതുകയാണ്. എന്താണ്? എക്സ് സച്ച് ദാറ്റ്. ഇത് നമ്മൾ വായിക്കുന്ന സച്ച് ദാറ്റ് എന്നാണ്. സച്ച്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഫൈനൽ എക്സാം ടൈമാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണ്ട, കാണാൻ പഠിക്കാനൊന്നും പോകരുത്. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. എക്സ് സച്ച് ദാറ്റ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്ടാ? വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. നമുക്ക് അവിടെ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം. ആരാണത്? എ ഇ ഐ ഒ യു ആണ്. പക്ഷേ ഈ എ ഇ ഐ ഒ യു എന്ന് നമ്മുടെ എന്താണ് ഇവിടെ രണ്ടാമത്തെ സെറ്റിൽ എന്ത് ചെയ്യുന്നില്ല? പറയുന്നില്ല. പക്ഷെ ഒരു കോമൺ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരേ കാര്യത്തിൽ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്നെന്താണ്? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു കാര്യം കൂടെ പറയാനായിട്ട് വിട്ടുപോയി. അതായത് എലമെന്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ സെറ്റ് എ ഈക്വൽ ടു എ ഇ ഐ ഒ യു ആണ് അല്ലേ. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് എ പോട്ടെ, നമുക്ക് യു എടുക്കാം. യു എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് അല്ലേടാ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? യു is an element of set A. Okay, U is an element of set A. നമ്മൾ സൂചിപ്പിക്കുന്ന എന്താണ്? എപ്സിലോൺ എന്നൊക്കെ പറയും. ഞാൻ ഇതൊന്നും പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ അതൊന്നും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? കേട്ട് വയ്ക്കുക. ഒന്ന് ഓർമ്മയിൽ നിന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ എന്താണ്ട? യു ഈസ് an element of set A എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം? യു എന്ന് പറയുന്നത് എയിലെ എ എന്ന് പറയുന്ന സെറ്റിലെ എന്താണ്ട? എലമെന്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ അല്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് പി എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എടുക്കാം. പി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിലെ എന്താണ്ട? എലമെന്റ് അല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എന്താണ്ട? സെറ്റ് എ എന്ന് പറയും. അത്രയേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ അടുത്ത ദിവസം നോക്കിയേ. റൈറ്റ് ദി സൊല്യൂഷൻ സെറ്റ് ഓഫ് ദി ഇക്വേഷൻ എസ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ഇൻ റോസ്റ്റർ ഫോം. അതായത് നമുക്കിവിടെ എന്ത് ചെയ്യണം? എസ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ്റെ എന്ത് കണ്ടുപിടിക്കണോടാ? സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കി. ഇവിടെ എസ് സ്ക്വയറിന്റെ ഫ്രണ്ടിലെ നമ്പർ 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. രണ്ട് നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആരെ കിട്ടണം? -2 കിട്ടണം. ആരെ കിട്ടണം? -2 കിട്ടണം. അതേ സെയിം നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിന്റെ ഫ്രണ്ടിലെ നമ്പർ ആരാണ്ട? 1 കിട്ടണം. ഒന്നുകൂടെ പറയാം. നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എസ് സ്ക്വയറിന്റെ ഫ്രണ്ടിലെ നമ്പർ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ പ്രത്യേകിച്ച് നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ 1 ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഈ നമ്പർ എടുക്കുക. ഇൻറ്റു ചെയ്യുമ്പോൾ ഏത് കിട്ടണം? -2 കിട്ടണം. അതേ സെയിം നമ്പർ ആഡ് ചെയ്യുമ്പോൾ എക്സിന്റെ ഫ്രണ്ടിൽ വല്ല നമ്പർ ഉണ്ടോ നോക്കുക. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എക്സിന്റെ ഫ്രണ്ടിൽ നമ്പർ ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ അവിടെ എന്തായിട്ട് എടുക്കും? 1 ആയിട്ട് സെലക്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെ രണ്ട് നമ്പർ ഉണ്ടോ? ഉണ്ട്. ഏതുണ്ട്? 2 ഇൻറ്റു -1 ആൻസർ -2 ആണ്. 2 പ്ലസ് -1 ആൻസർ എന്താണ്ട? 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന് കിട്ടുന്ന വാല്യൂ ഇങ്ങനെയാണ്. ഇവിടെ എന്താണ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മൾ മൈനസ് ആയിട്ട് എടുക്കും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആയിട്ട് എടുക്കും. ഇവിടെ 2 അല്ലേ നമുക്ക് ഒരു ആൻസർ. അപ്പോൾ 2 ആണെങ്കിൽ നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യും, -2. ഏതായിട്ട് സെലക്ട് ചെയ്യും, -2. ഇവിടെ -1 അല്ലേ, നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, 1 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ എക്സിന്റെ വാല്യൂ ഏതൊക്കെ ഉണ്ട്, -2ഉം 1ഉം ആണ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതും, സൊല്യൂഷൻ സെറ്റ് ഈക്വൽ ടു എന്താണ്, ഏതാണ്ടാ -2, 1. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, ലിസ്റ്റ് ഓൾ ദി എലമെന്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. അതിൽ നമുക്ക് എന്താണ്, അത് ഓരോ സെറ്റ് തന്നിട്ടുണ്ട്. ആ സെറ്റിനകത്തുള്ള എന്താണ് ഓരോ എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യണം, എടുത്ത് എണ്ണി പറക്കി എന്ത് ചെയ്യണം, എഴുതണം. അതാണ് ലിസ്റ്റ് ഓൾ ദി എലമെന്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് എന്ന് എന്താണ് തന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, എ എന്ന് പറയുന്നത് എന്താണ്, എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. മക്കളെ എക്സ് എന്ന് പറയുന്നത് എന്താ, ഒരു ഓഡ് നാച്ചുറൽ നമ്പറാണ്. എന്ത് നമ്പറാണ്, ഓഡ് നമ്പറാണ്. അതായത് നമുക്കറിയാം ഓഡ് നമ്പർ ഏതൊക്കെയാണ്, 1, 3, 5, 7 എക്സെട്ര. ഇതിനാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ, 1, 3, 5, 7 എക്സെട്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇൻറ്റിജർ -1/2 ദ -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. അതായത് നമ്മൾ എക്സ് എന്ന് പറയുന്ന നമ്പർ ഒരു ഇൻറ്റിജർ ആണ്. അത് -1/2നും 9/2നും എന്താണ് മക്കളെ ഇടയിലാണ്. അപ്പോൾ -1/2 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, -0.5 എന്ന് കിട്ടും. ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2 എന്ന് പറയുന്നത് എന്താണ്, 9/2 എന്ന് പറഞ്ഞാൽ 4.5 ആണ്. അതായത് -0.5നും 4.5നും ഇടയിലാണ് എന്ത്, നമ്മുടെ ഈ ഇൻറ്റിജേഴ്സ് ഉള്ളത്. ഓക്കെ, ഞാൻ ഒന്ന് നമ്പർ ലൈൻ വരയ്ക്കുന്നത് മനസ്സിലാവേണ്ടിയാണ് നമ്പർ ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ നടുക്കായിട്ട് ആരായിരിക്കും വരിക, 0, റൈറ്റിലേക്ക് പോകുന്നത് 1, 2, 3, 4, 5, ലെഫ്റ്റിലേക്ക് -1, -2 അങ്ങനെ പോകും അല്ലേ. അപ്പോൾ -0.5 എന്ന് പറഞ്ഞാൽ എന്താണ്ടാ, 0ക്കും -1നും ഇടയിലാണ് ആര് വരിക, ഈ പറയണ -0.5. 4.5 എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും പറഞ്ഞാൽ 4.5, 4നും 5നും ഇടയിലാണ് ആര് വരിക, 4.5 വരിക, 4.5. അപ്പോൾ ഇതിനിടയിൽ വരുന്ന ഇൻറ്റിജർ ആരൊക്കെയാണ്, 0, 1, 2, 3, 4. സോ ആൻസർ ഏതൊക്കെയുണ്ട്, ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ബിയുടെ ആൻസർ എന്താണ്, ബി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുണ്ട് മക്കളെ പറഞ്ഞോ, 0, 1, 2, 3, 4. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റ് ഇതാണ് കേട്ടോ. സി എന്താണ്ടാ, സി എന്ന് പറഞ്ഞാൽ എന്താണ്, അതും ഒരു ഇൻറ്റിജർ ആണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ എടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ 4ന് ഈക്വൽ, അല്ലെങ്കിൽ എന്താണ് മക്കളെ 4നേക്കാൾ എന്തായിരിക്കണം, ചെറുതായിരിക്കണം. അതാണ് കണ്ടീഷൻ. ഒരു ഇൻറ്റിജർ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 4നേക്കാൾ ചെറുത്. നമുക്ക് നോക്കാം. അപ്പോൾ സി എന്ന് ഞാൻ ആൻസർ എഴുതാം. സി നമുക്ക് എന്താ നോക്കാം. ഞാൻ ആദ്യം 0യുടെ സ്ക്വയർ എടുക്കുകയാണ്. 0യുടെ സ്ക്വയർ എന്താണ് മക്കളെ, 0 ആണല്ലേ. അത് 4നേക്കാൾ ചെറുതല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അല്ലേടാ. അപ്പോൾ നമുക്ക് ആൻസറിൽ എന്ത് വരും, 0 വരും. ആര് വരും, 0. നിങ്ങൾ 1 സ്ക്വയർ എടുത്ത് നോക്കിയാൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 അല്ലേടാ മക്കളെ. അതും ഈ പറയുന്ന 4നേക്കാൾ ചെറുതല്ലേ. നമുക്ക് എന്തെടുക്കാം, 1 എടുക്കാം. 2ന്റെ സ്ക്വയർ എന്താണ് മക്കളെ, 4. അതും നിങ്ങൾ ഈ പറയുന്ന 4നേക്കാൾ ചെറുതല്ലേടാ മക്കളെ. അപ്പോൾ നമുക്ക് ആരെടുക്കാം, 2 എടുക്കാം. 3 എടുത്ത് നോക്കുക. 3യുടെ സ്ക്വയർ 9, 4നേക്കാൾ എന്ത് ചെയ്തു പോയി, കൂടിപ്പോയി. എടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അവിടെ നിർത്തിയിട്ട് പോവല്ലേ. നമുക്ക് തിരിച്ചിങ്ങോട്ടും കൂടെ വരാം. ഇൻറ്റിജർ അല്ലേ, കുറച്ചുകൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൂടെ പോവാം. അപ്പോൾ എന്ത് വരും, -1ന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ 1 കിട്ടും. അത് 4ഉം 4നേക്കാൾ ചെറുത് പോലെയാണ് മക്കളെ. ഓക്കെ, അപ്പോൾ -1 വരാം. -2ന്റെ സ്ക്വയർ എടുത്ത് നോക്കും. -2ന്റെ സ്ക്വയർ എന്താണ്, 4 എന്ന് കിട്ടും. അതെന്താണ്, 4ന് എന്താണ്, 4ന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ആരെ എടുക്കാം, -2 വരാം. സോ ആൻസർ ആയിട്ട് നമുക്ക് ആരൊക്കെ വരാം, -2, -1, 0, 1, 2. ഇത്രയും എന്താണ് ആൻസേഴ്സ് എന്താണ് മക്കളെ അതിനകത്ത് വരാം. ഇനി അതിൽ നാലാമത്തെ പാർട്ട് നോക്കി. നാലാമത്തെ പാർട്ട്, ഡി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. എടാ ലോയൽ എന്ന് പറയുന്ന വേർഡ് ഏതാണ് നമ്മുടെ വേർഡ്, എന്താ ലോയൽ. ഇതാണ് ലോയൽ. കണ്ടാ ലോയൽ എന്ന് പറഞ്ഞ വേർഡ് കണ്ട, ലോയൽ. അപ്പൊ അതിലുള്ള ലെറ്റർ ഏതൊക്കെയുണ്ടാ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് അതിനകത്തുള്ള ലെറ്റർ ഏതൊക്കെയാണ്. ഫസ്റ്റ് ഉള്ള ലെറ്റർ എൽ ആണ്. ഞാൻ എന്ത് ഫസ്റ്റ് എന്ത് എഴുതി, എൽ എഴുതി. ഇപ്പൊ തന്നെ പലർക്കും സംശയം കാണും, എന്തിനെന്താണ് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയെന്ന് സംശയം കാണും. അവിടെ ഞാൻ പറഞ്ഞു ചില പ്രത്യേക കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ എഴുതാം.
കാരണം ക്വസ്റ്റ്യനിലെ ലോയൽ എന്ന് പറയുന്ന വേർഡ് തന്നിട്ടുള്ള ക്യാപിറ്റലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് എഴുതി? ക്യാപിറ്റൽ തന്നെ എഴുതി. എല്ല് അടുത്തത് എന്താണ്ടാ? ഓ അല്ലേ? എല്ല് കഴിഞ്ഞു, ഓ എഴുതി, അടുത്ത വൈ എഴുതി, അടുത്ത എ എഴുതി. വീണ്ടും നമ്മൾ എല്ലാം എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഒരു പ്രാവശ്യം എന്താണ് എല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട്. വീണ്ടും എല്ലാം എന്ത് ചെയ്യേണ്ട? റിപ്പീറ്റ് ചെയ്യേണ്ട. ഇത്രയേ ഉള്ളൂ എന്ത് ഇതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. എടാ ഇതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദി ഫോളോയിങ് സെറ്റ്സ് ഇൻ ദി സെറ്റ് ബിൽഡർ ഫോം. അതായത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ തന്നിട്ടുള്ളത് റോസ്റ്റർ ഫോം തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് എന്തിലോട്ടാക്കണം? സെറ്റ് ബിൽഡർ ഫോമിലാക്കണം. എന്താക്കണോടാ? സെറ്റ് ബിൽഡർ ഫോം. അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് എന്താണ്ടാ? റൂൾ മെത്തേഡ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്ടാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3, 6, 9 അല്ലേ? 3 എന്ന് കൊടുക്കുകയാണേ. 3, 6, 9, 12. ഇത് കാണാൻ നമ്മൾ പെട്ടെന്ന് എഴുതുക എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 എന്നൊക്കെ നമ്മൾ എഴുതി വയ്ക്കും. പക്ഷേ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയാൻ പറ്റൂല. കാരണം മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. പക്ഷേ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും ഇതിനകത്തുണ്ടോ? ഇല്ല, ഇതിനകത്തില്ല. ഇതിനകത്ത് ഏതൊക്കെയുള്ളൂ? 1 × 3 3 ഉണ്ട്. 2 × 3 എന്താണ്? 6 ഉണ്ട്. 3 × 3 എന്താണ്? 9 ഉണ്ട്. 4 × 3 എന്തുണ്ട്? 12 ഉണ്ട്. ആണേ? ഇത്രയാണല്ലോ അതിനകത്തുള്ളത് അല്ലേ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് നോക്കാം. A = അതിൻ്റെ ബേസ്ഡ് സ്ട്രക്ചർ എന്താണ്ട? എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ അല്ലേടാ മക്കളെ. അതുകൊണ്ട് നമുക്ക് എന്താണ്? = 3n എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 3n. എങ്ങനെ എഴുതാടാ? 3n. എക്സ് സച്ച് ദാറ്റ് x = 3n. 3n എന്ന് പറയുന്നത് എന്താണ്? 3 × മൾട്ടിപ്പിൾ ഓഫ് n അല്ലേ? ഇനി നമുക്ക് വില കൊടുക്കാം. ഇനി ഇവിടെ വരുന്ന വാല്യൂ എന്താണ്? 1 കൊടുത്താൽ ഇനി നമ്മൾ 1 കൊടുത്താൽ 3 × 1 3. ഇനി 2 കൊടുത്താൽ 3 × 2 6. 3 കൊടുത്താൽ 3 × 3 9. 4 കൊടുത്താൽ 3 × 4 എന്താണ്? 12. അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലേ? നമുക്ക് ഇനി എന്താണ്? എന്നിന് വാല്യൂ കൊടുക്കാം. ഇനി നമുക്ക് ഏത് വാല്യൂ കൊടുക്കാം? എന്നിന് നമുക്ക് 1 മുതൽ 4 വരെയുള്ള വാല്യൂ കൊടുത്താൽ പോരെ നമുക്ക്. ഇവിടെ നോക്കി നിങ്ങൾ, ഞാൻ മായ്ച്ചു കളഞ്ഞു അല്ലേ? അതായത് 3 × 1 3 × 2 3 × 3 3 × 4 അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് ഏതോടെ വാല്യൂ കൊടുത്താൽ മതി? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്നിൻ്റെ വാല്യൂ 1 1നേക്കാൾ വലുതും 4 4നേക്കാൾ ചെറുതും എന്നാണ് അർത്ഥം. എന്താണ് എന്നിൻ്റെ വാല്യൂ? എന്താണ്ട? 1 1നേക്കാൾ വലുതും 4 4നേക്കാൾ ചെറുതും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നിന് വരുന്ന വാല്യൂ എന്താണ്? നാച്ചുറൽ നമ്പർ ആണെന്ന് കൂടെ നമ്മൾ പറയണ്ടേ? അപ്പോൾ അതും കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കും. കോമ n ഈസ് ദി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ n. ഇതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാം കംപ്ലീറ്റ് ആയി. n എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പറാണ്. n നാച്ചുറൽ നമ്പറാണ്. എവിടെ വരുന്ന നാച്ചുറൽ നമ്പർ? 1നും 4നും ഇടയിൽ വരുന്ന നാച്ചുറൽ നമ്പർ. എന്താ? 1നും 4നും ഇടയിൽ വരുന്ന നാച്ചുറൽ നമ്പർ. 1ഉം 4ഉം അതിനിടയിൽ വരുന്ന നാച്ചുറൽ നമ്പർ. അപ്പോൾ ഏതൊക്കെയാണ് n വരുന്ന വാല്യൂ? 1 2 3 4 ആണ്. അപ്പോൾ നമുക്ക് 3 × 1 3, 3 × 2 6, 3 × 3 എന്താണ്? 9, 3 × 4 എന്താവും? 12 ആവും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് 2, നമുക്ക് ബി എന്ന് കൊടുക്കാം. ബി = എന്താണ് മക്കളെ? 2 4 8 16 32. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതേടാ അതിന് പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? 2⁻1 എന്താണ് മക്കളെ? 2 ആണ്. 2ന്റെ സ്ക്വയർ എന്താണ്? 4 ആണ്. 2⁻3 8 ആണ്. 2⁻4 16 ആണ്. 2⁻5 എന്താണ്ടാ? 32 ആണ്. അതായത് മക്കളെ ഇത് എന്താണ്ടാ? 2ന്റെ പവറാണ്. എന്താണ്ടാ? 2ന്റെ പവറാണ്. 2⁻1 മുതൽ 2⁻5 എന്താണ്? 5 വരെ. ഓക്കെ, അപ്പോൾ 2ന്റെ പവർ. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ എഴുതും? നമ്മളിതിനെ എങ്ങനെ എന്താണ് സെറ്റ് ബിൽഡർ ഫോം ആക്കും? എക്സ് സച്ച് ദാറ്റ് എക്സ് = എക്സ് എന്ന് പറഞ്ഞാൽ 2ന്റെ പവർ അല്ലേ? ഇവിടെ താഴത്തെ 2ന് മാറ്റമില്ലല്ലോ, മുകളിൽ പവറിനല്ലേ മാറ്റമുള്ളത്. അപ്പോൾ മാറ്റമില്ലാത്ത 2നെ ഞാൻ എന്ത് ചെയ്ത് എഴുതി? അങ്ങനെ തന്നെ എഴുതി. മാറ്റമുള്ളത് ആർക്കാണ്? ചേഞ്ച് വരുന്ന ആർക്കാണ്? പവറിനല്ലേ. അതിന് ഞാൻ എന്ത് കൊടുത്തു? n കൊടുത്തു. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, ഇനി നമ്മൾ ഏത് വരെയുള്ള വാല്യൂ കൊടുക്കണം? 1 മുതൽ 5 വരെയുള്ള വാല്യൂ കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ വാല്യൂ 1ഉം 5ഉം അതിനിടയിൽ വരുന്ന വാല്യൂ അല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി n എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നമ്പറും നമുക്ക് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് കൊടുത്താൽ മതി? നമുക്ക് നാച്ചുറൽ നമ്പർ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എങ്ങനെ കൂടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കും? n ഈസ് ദി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ n. അതായത് n എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നാച്ചുറൽ നമ്പറാണ്. എന്ത് നമ്പറാണ്? നാച്ചുറൽ നമ്പർ. ക്ലിയർ ആണോടാ? അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഏത്? സി എന്ന് പറഞ്ഞു കൊടുക്കാം. c = 5 25 125 625. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എന്താണ്ടാ? 5 എന്ന് പറഞ്ഞാൽ 5⁻1. 25 എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? 25
5 സ്ക്വയർ. അതുപോലെ 125 എന്ന് പറഞ്ഞാൽ 5^3. 625 എന്ന് പറഞ്ഞാൽ 5 എന്താണ് മക്കളെ 4. സോ നമുക്കിതിന് എങ്ങനെ എന്താണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റും? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 5n. കാരണം താഴത്തെ എന്താണ്ട ബേസിന് മാറ്റമില്ല, മാറ്റം ആർക്കേ ഉള്ളൂ? പവറിനല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 5n, കോമ ഇനി ഏതൊക്കെയാണ് വാല്യൂ വരിക? 1 2 3 4. നമ്മൾ എങ്ങനെ എഴുതും? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. തീർന്നില്ല. എന്നെന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ്. അത്രയേ ഉള്ളൂ. സെറ്റാണ്ടാ മക്കളെ, എളുപ്പമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? 2 4 6. ഏതാണ്ടാ മക്കളെ? 2 4 6 എക്സെട്ര. അപ്പോൾ നമുക്ക് അതിന് പേര് കൊടുക്കാം. പേര് നമുക്ക് എന്ന് കൊടുക്കാം? പേര് നമുക്ക് ഡി എന്ന് കൊടുക്കാം അല്ലേ? ഡി ഈക്വൽ ടു 2 4 6 എക്സെട്ര. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് സാധനമാണ്. 2 4 6 എന്ന് പറഞ്ഞാൽ പെക്കോണ്ടേ ഇരിക്കുകയാണ്, സ്റ്റോപ്പൊന്നും ചെയ്യുന്നില്ല. എന്താണ്? അങ്ങ് പെക്കോണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും? ഈ 2 4 6 എന്താണ്? നിങ്ങൾക്ക് അറിയാം, ഈവൺ നമ്പറാണ്. എന്താണ് മക്കളെ? ഈവൺ നമ്പർ. നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ്. സച്ച് ദാറ്റ് വരെ ഇങ്ങനെ എഴുതാം കേട്ടോ. സച്ച് ദാറ്റ് ഇങ്ങനെ ഒരു സിമ്പിളോട് കൊടുക്കാം. ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ട് വരുന്ന ലൈനും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു സ്ലാൻഡർ ലൈനും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. എപ്പോഴും ഓർമ്മ വേണേ മക്കളെ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു എന്താണ്? ഈവൺ നമ്പർ ആണെങ്കിൽ എന്താണ്? അത് 2-ന്റെ മൾട്ടിപ്പിൾ. എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണ്? 2-ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ നമുക്ക് അതിനെ 2n എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 2n. 5-ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 5n. ഇനി 6-ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 6n. ഓക്കെ, 2n. ഇനി ഇവിടെ n ഒരു നിബന്ധന വല്ല ഉണ്ട്, അങ്ങനെ പെക്കോണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? n ഈസ് എലമെന്റ് ഓഫ് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ n. എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പറാണ് എന്ന് മാത്രം കാണിച്ചാൽ മതി. കാരണം ഇത് ഒരിടത്തും എന്താണ്? എൻഡ് ആകുന്നില്ല, പെക്കോണ്ടേ ഇരിക്കുകയാണ് അല്ലേ? ഇൻഫിനിറ്റ് ആയിട്ട് പെക്കോണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് കൊടുത്താൽ മാത്രം മതി? n ഈസ് ദി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എന്ന് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. അതിൽ അടുത്ത ദിവസം നോക്കണം മക്കളെ. 1 4 900 അല്ലേ? നമുക്ക് ഈ എന്ന് പേര് കൊടുക്കാം. ഈ ഈക്വൽ ടു 1 4 9 അപ് ടു എക്സെട്ര. ഏതാണ് ലാസ്റ്റ് പോയി നിൽക്കുന്നത്? 100. നിങ്ങൾക്ക് മനസ്സിലാവണം, ഈ സാധനം എന്ന് പറയുന്നത് 1-ന്റെ സ്ക്വയർ 1, 2-ന്റെ സ്ക്വയർ 4, 3-ന്റെ സ്ക്വയർ 9. അങ്ങനെ പോയി ലാസ്റ്റ് ഇത് പോയി നിൽക്കുന്നത് എന്താണ്ട? 10-ന്റെ സ്ക്വയറിലാണ്. എവിടെയാണ് പോയി നിൽക്കുക? 10-ന്റെ സ്ക്വയർ. മനസ്സിലായടാ മക്കളെ? അതായത് 1 മുതൽ 10 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയർ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു, ഇവിടെ താഴത്തെ എന്താണ്? ബേസല്ലേ മാറുക അല്ലേ? 1 2 3 അങ്ങനെയല്ലേ പൊയ്ക്കൊണ്ടിരിക്കുക. പവറിന് മാറ്റമില്ലല്ലോ, പവർ 2 തന്നെയാണ്. നമുക്ക് എന്ത് കൊടുക്കാം? n സ്ക്വയർ. എന്ത് കൊടുക്കാം? n സ്ക്വയർ. ഈ താഴെ ഏതൊക്കെ നമ്പറാണ് വരുന്നത്? 1 മുതൽ 10 വരെ ഇല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതൂടാ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്ടാ? 10. n-ന്റെ വാല്യൂ 1 മുതൽ 10 വരെ. ഇനി ആ നമ്പർ ഏത് നമ്പറാണ്ടാ? നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? കോമ n ഈസ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ n. ഇത്രയേ ഉള്ളൂ. ഓക്കെടാ, നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് അടുത്തുള്ള ക്ലാസ്സിൽ എന്താണ് ഉടനെ തന്നെ എന്താണ് മീറ്റ് ചെയ്യാം കേട്ടോ. ഗുഡ് ബൈ.